ശ്രീകുമാർ, ഇപ്പോൾ രേഖകൾ ഹാജരാക്കണമെന്ന് വളരെ വ്യക്തമായി തന്നെ ചെയർ പറഞ്ഞ കാര്യമാണ്. ഹാജരാക്കിയ രേഖകളിൽ ചെയർ തൃപ്തനല്ല, അതുകൊണ്ട് സഭയിൽ ആരോപണം ഉന്നയിക്കാൻ അനുവദിക്കുകയില്ല എന്നാണെന്ന് സ്പീക്കർ പറഞ്ഞത്. അപ്പോൾ സ്പീക്കർക്ക് അതിൽ തീരുമാനമെടുക്കാമെന്നാണ് ചട്ടം പറയുന്നത്. അപ്പോൾ സ്പീക്കർക്ക് അതിൽ ബോധ്യപ്പെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീമതി സ്മൃതി, ഞാനിതിൽ സ്പീക്കർ എൻ ഷംസീറിനെ കുറ്റപ്പെടുത്താൻ തയ്യാറില്ല. കാരണം CPMൻ്റെ തീരുമാനമാണ് എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സഭയിൽ ചർച്ച ചെയ്യാൻ പാടില്ലെന്ന്. അത് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ സ്പീക്കർ അനുസരിക്കുകയാണ്. ഇന്ന് ഈ നിയമസഭയിൽ മാത്യു കുഴൽനാടൻ ഈ വിഷയം ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിയമസഭയുടെ ചട്ടവും റൂളും ഒക്കെ അനുസരിച്ച് പറ്റില്ല, സോറി എന്ന് സ്പീക്കർ പറയുമ്പോൾ അതിൽ നിന്ന് ജനത്തിന് കാര്യം മനസ്സിലായി. ഇത് ഉന്നയിച്ചാലും കുഴപ്പമില്ല, ഉന്നയിച്ചില്ലേലും കുഴപ്പമില്ല. ജനത്തിന് കാര്യം മനസ്സിലായി, എന്താണ്, എന്തോ പിശകുണ്ട്. അല്ലെങ്കിൽ അടിയന്തര പ്രമേയം ഇത് അവതരിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ അന്ന് അനുമതി നിഷേധിച്ചു. ഇന്ന് ഈ വിഷയം എഴുതി കൊടുത്തത് ഫോട്ടോസ്റ്റാറ്റ് രേഖകളാണോ കൊടുത്തത്, യഥാർത്ഥ രേഖകളാണോ കൊടുത്തതെന്നുള്ളത് നമുക്കറിയില്ല. സ്പീക്കർ പറഞ്ഞു ഫോട്ടോസ്റ്റാറ്റ് ആണെന്ന്. ഏത് സംവിധാനത്തിലാണ് യഥാർത്ഥ രേഖകൾ ആദ്യം തന്നെ കൊണ്ട് ഹാജരാക്കുക? അതും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ചോദ്യത്തിന് ആധാരമായ രേഖ ഔദ്യോഗിക പക്ഷത്തിൻ്റെ, ഭരണപക്ഷത്തിൻ്റെ സ്പീക്കറുടെ മുമ്പിൽ കൊണ്ട് കൊടുക്കുമോ? അത് ഫോട്ടോസ്റ്റാറ്റ് കൊടുക്കും. ചർച്ച പുരോഗമിക്കുമ്പോൾ യഥാർത്ഥ രേഖ ഹാജരാക്കാൻ സ്പീക്കർക്ക് ആവശ്യപ്പെടാം. അപ്പോൾ അത് മേശപ്പുറത്ത് വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ സ്പീക്കർ പറയുന്നത് ശരി. ഇവിടെ എൻ ഷംസീർ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും, ഞാനിത് തടയാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, തടഞ്ഞാലും കൊള്ളാം, തടഞ്ഞില്ലെങ്കിലും കൊള്ളാം, അനുഭവിക്കേണ്ടവർ അനുഭവിച്ചു. പണ്ട് നമ്മുടെ ശ്രീമതി MC ജോസഫയും പറഞ്ഞില്ലേ, എന്നാൽ പിന്നെ അനുഭവിച്ചു എന്ന് പറഞ്ഞില്ലേ? ആ ഒരു സ്ഥിതിയിലേക്ക് എത്തി. എക്സാലോജിക്ക് വിഷയത്തിൽ തീരുമാനം എടുത്തത് പാർട്ടിയല്ലേ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. കീഴ്ഘടകത്തിലേക്ക് പാർട്ടി അയച്ച രേഖകൾ പുറത്തു വന്നില്ലേ? അതിനെ ന്യായീകരിക്കുകയല്ലേ ചെയ്യുന്നത്. CPMൻ്റെ നൗഷാദ് ഇവിടെ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് ഉത്തരം പറയുന്നത് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല. അദ്ദേഹത്തിന് അറിയാം ഇത് പറയാൻ പാടില്ല എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കാം, ചാനൽ ചർച്ചയിലും പങ്കെടുക്കാം, പക്ഷേ സത്യം വെളിപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും പറയാം. മാത്യു കുഴൽനാടനെ കുറ്റം പറഞ്ഞോളൂ, മാത്യു കുഴൽനാടനെതിരെ എത്ര വേണമെങ്കിലും പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. നേരത്തെ ഇവിടെ ശ്രീ ചെക്കുട്ടി പറഞ്ഞല്ലോ VD സതീശനെതിരെ ഒരു ആക്ഷേപം ഉന്നയിച്ചത്. ആ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ഏത് രേഖയാണ് കൊടുത്തതെന്ന ചോദ്യത്തിന് സ്പീക്കർക്ക് ഉത്തരവ് ഉണ്ടാവില്ല, അത് സ്പീക്കർക്കും അറിയാം. പക്ഷേ പാർട്ടി തീരുമാനിച്ചു. മുൻകാലങ്ങളിൽ സ്പീക്കർമാരായി കഴിഞ്ഞാൽ അവർ ആ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ വഹിക്കാറില്ല, ആ പാർട്ടിയുടെ സമ്മേളനങ്ങൾ അവർ പോകാറില്ല. പക്ഷേ CPMൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ അവർ സ്പീക്കറെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആളാക്കി മാറ്റി. എന്ന് വെച്ചാൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാം, പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാം, പരസ്യമായ പൊതുയോഗത്തിൽ പ്രസംഗിക്കാറില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ പാർട്ടി ഒരു തീരുമാനം കൊടുത്താൽ അതനുസരിക്കേണ്ട ബാധ്യത ഷംസീറിനില്ലേ? ഷംസീർ അതനുസരിച്ചു. അപ്പോൾ പ്രതിപക്ഷം എന്താ പറഞ്ഞത്? ഞങ്ങളിത് പുറത്തുന്നയിക്കും. എന്തുകൊണ്ട്? നിയമസഭയ്ക്കുള്ളിൽ അവർക്ക് അനുവദനീയമായ സ്ഥലത്ത് അവരൊന്നും ഉന്നയിച്ചില്ല, അവർ പുറത്തുന്നയിക്കും. അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പാർട്ടി എന്തിനാണ് ഇങ്ങനത്തെ ഇതെടുത്ത് തലയിൽ വെക്കുന്നത്? ഒരു നേതാവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ പാർട്ടിക്ക് എന്ത് ഉത്തരവാദിത്തം എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് എന്താണ്? ഈ സംവിധാനത്തെ, ഇടതുമുന്നണി സംവിധാനത്തെ താർക്കാൻ ശ്രമിക്കുന്നു, BJPയുമായി കൂട്ടുകൂടാൻ ശ്രമിക്കുന്നു, മുന്നണി രാഷ്ട്രീയത്തെ താർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയല്ലേ പറയുന്നത്. പക്ഷേ ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം CPMലുണ്ട്. ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം ഈ അഴിമതി ആരോപണം പ്രതിപക്ഷം കൊണ്ടുവരുന്നതിൽ എന്തോ കഴമ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം CPIയിലുണ്ട്. എന്തുകൊണ്ടാണ് CPIക്കാർ ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം? നിങ്ങൾ ശ്രദ്ധിക്കൂ ശ്രീമതി സ്മൃതി. ശ്രീ നിലമ്പൂർ MLA ഒരു ആരോപണം ഉന്നയിച്ചു. നിങ്ങൾ നോക്കൂ, നിലമ്പൂർ MLA എന്ന് പറയുന്നത് പാർട്ടി മെമ്പറാണോ? അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം നിയമസഭയിൽ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചു. പിന്നീട് ഏറ്റെടുത്തത്? മുഖ്യമന്ത്രി ഏറ്റെടുത്തില്ല, പാർട്ടി സെക്രട്ടറി കാര്യമായി ഏറ്റെടുത്തില്ല. അപ്പോൾ ഇവരെന്ത് വിചാരിച്ചെന്താണ്? ഇത് സതീശൻ നിഷേധിക്കും, അന്വേഷണം നേരിടാൻ തയ്യാറാകും, അപ്പോൾ കുറച്ചു കാലം ഇങ്ങനെ കുളം കലക്കി നടത്താവുന്നതാണ്. സതീശൻ പറഞ്ഞു ചിരിക്കണോ കരയണമോ എന്ന് വിചാരത്തിൽ ഞാനിത് വിടുന്നു. അതോടെ എൻ്റെ ഗ്യാസ് പോയി. ഒരു കാര്യം സ്മൃതി ചിന്തിക്കുക, ശ്രീ നൗഷാദ് ആലോചിക്കുക. CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൽ ഒരു വരി വാർത്ത കൊടുത്തില്ല. നിലമ്പൂർ MLA, ഇടതുമുന്നണിയുടെ MLAയുടെ
നിയമസഭയിലെ 150 കോടി രൂപയുടെ ആരോപണം CPI പത്രം ഒരു വരി കൊടുത്തില്ലെന്ന് മാത്രമല്ല, അവരിത് പൊതുവേദിയിൽ ഉന്നയിച്ചുമില്ല. ഇനി അതുമാത്രമല്ല, ഇന്ന് വിജിലൻസിൽ ഒരു പരാതി കൊടുത്തു എന്ന് വാർത്ത കണ്ടു. ആരാണ് പരാതിക്കാരൻ? CPM അല്ല, കേരള VD സതീശനെതിരെ ഒരു അഴിമതി ആരോപണം വിജിലൻസിൽ കൊടുക്കാനോ നിയമസഭയിൽ പറയാനോ നട്ടെല്ല് CPMന്റെ MLA-മാർക്ക് ഇല്ല എന്നാണോ അർത്ഥമാക്കേണ്ടത്? അതല്ലെങ്കിൽ എന്തുകൊണ്ട് CPMന്റെ MLA-മാർ ഈ കാര്യങ്ങൾ ഏറ്റെടുത്തില്ല? നിയമസഭയിൽ പറഞ്ഞില്ല എന്നുള്ള പോട്ടെ, പുറത്തു പറഞ്ഞില്ല എന്നുള്ള പോട്ടെ, വിജിലൻസിൽ കൊടുക്കുമ്പോഴെങ്കിലും പാർട്ടി ഒരു ആർജവം കാണിക്കണ്ടേ? പ്രതിപക്ഷ നേതാവിനെതിരെ പാർട്ടി ഇടതുമുന്നണിയുടെ സ്വതന്ത്ര MLA ആണല്ലോ ശ്രീ അൻവർ, അദ്ദേഹം പാർട്ടി അംഗമല്ലെന്നാണ് എൻ്റെ ധാരണ. Debate with Smriti Parithikad.